കൈലാഷ് സർ. പാർവതിയോ? വരൂ. വാ. കൈലാഷ് സാറിന് രേവതി അറിയില്ലേ? ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാരെയും എനിക്കറിയാം പാർവതി. പേര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അടുത്ത ആഴ്ച രേവതിയുടെ കല്യാണ. ആണോ? രേവതി, വിഷസ് ഇൻ അഡ്വാൻസ്. ഇവിടെ ആർക്കും കല്യാണക്കുറി കൊടുത്തിട്ടില്ല. PKR സാർ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് കൈലാഷ് സാറിനെ ആദ്യം ക്ഷണിക്കണമെന്ന് ഞാൻ രേവതിയോട് പറഞ്ഞു. പക്ഷേ രേവതിക്ക് കൈലാഷ് സാറിന്റെ മുന്നിൽ വരാൻ പേടി. അതുകൊണ്ടാണ് ഞാനും കൂടി വന്നേ. എന്നെ എന്തിനാ പേടിക്കുന്നേ? ഞാൻ എപ്പോഴും പറയാറില്ലേ രേവതി, ഞാനും നിങ്ങളിൽ ഒരാളാ. നിങ്ങള് അവിടെ നിന്ന് ജോലി ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. രേവതി, കൈലാഷ് സാറിന് കല്യാണക്കുറി കൊടുക്ക്. പ്രിയൻ ചേട്ടൻ കൂടി വന്നിട്ട് കൊടുക്കാം. കൈലാഷ് സാറിനെ കല്യാണം ക്ഷണിക്കാൻ അയാൾ എന്തിനാ? അയാളെന്താ താലി പൂജിച്ചു കൊടുക്കുന്ന തിരുമേനിയാണോ? രേവതി, ഈ വെറ്റിലയും പാക്കം വെച്ചിട്ട് കൈലാഷ് സാറിന് കല്യാണക്കുറി കൊടുക്ക. കൊടുക്കല്ലേ, നിക്ക് ഒരു മിനിറ്റ്. ഇനി കൊടുക്ക. പ്രിയൻ, എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? കുടുംബത്തിലെ മുതിർന്ന ആളെ കല്യാണം വിളിക്കുമ്പോ ഇങ്ങനെ വിളിക്കണം. ഈ കമ്പനിയിലെ എല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ? പ്രായം കൊണ്ടല്ലെങ്കിലും സ്ഥാനം കൊണ്ട് കൈലാഷ് സാറാ ഇവിടുത്തെ മുതിർന്നയാള്. കൊടുക്ക രേവതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊടുക്കാം. രേവതിയുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ സാറിനെ കല്യാണം വിളിക്കുക. സാറ് വരണം. തീർച്ചയായും വരും. പെരുമാറ്റം കണ്ടാ തോന്നും ഇയാളെക്കാളും നല്ലൊരാള് ഈ ലോകത്ത് വേറെ ഇല്ലെന്ന്. രേവതി കല്യാണം കഴിഞ്ഞ് പോകുന്നതിലുള്ള സങ്കടമായിരിക്കും മനസ്സിൽ. ഇനി പഞ്ചാരടിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനൊരു പോവാലെ. രേവതി, കല്യാണത്തിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പ്രിയ, രേവതിയുടെ മുഖത്ത് കല്യാണം എടുത്തതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയവക്ക്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ രേവതി? പണത്തിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല സർ. പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ? രേവതി, എന്താ? കൈലാഷ് സാർ ചോദിക്കുന്ന കേട്ടില്ലേ? എന്താണെങ്കിലും കൈലാഷ് സാറിനോട് തുറന്നു പറയേ. ഇന്നലെ വരെ കല്യാണക്കാര്യം പറയുമ്പോ എന്ത് സന്തോഷായിരുന്നു നിനക്ക്. പക്ഷെ ഇന്ന് കാണുമ്പോ നീ ഇങ്ങനെയാ. സന്തോഷവും ഇല്ല, ചോദിക്കുന്നതിനൊന്നും മറുപടിയും ഇല്ല. സത്യം പറ രേവതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ പാറു. സർ, ഞാൻ പോയിക്കോട്ടെ. കൈലാഷ് സാറിനോടെല്ലാം തുറന്ന് പറഞ്ഞാലോ? രഘുവിനെ കൊണ്ടുള്ള ശല്യം കൈലാഷ് സാറ് തീർത്തു തരും. വേണ്ട, ആ ദേഷ്യത്തിന് രഘു ആ വീഡിയോ എല്ലാവരെയും കാണിക്കും. പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. പ്രിയൻ, രേവതിയുടെ കല്യാണക്കുറി പ്രിയൻ എനിക്ക് തന്നു. ഇതുപോലെ സ്വന്തം കല്യാണക്കുറി പ്രിയൻ എപ്പോഴാ എനിക്ക് തരാൻ പോകുന്നത്? പ്രിയനെന്താ മറുപടി പറയാത്തെ? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ.